പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, സെപ്റ്റംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ചയാണ്. നാളെ ശനിയാഴ്ച ദിവസമാണ്. വയനാട്ടിലെ പള്ളിക്കുന്നിൽ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ അത്ഭുതകരമായ ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ്. അച്ഛനതിന് നേതൃത്വം കൊടുക്കുകയാണ്. നാളെ മക്കളെ, നിങ്ങളെല്ലാവരും നാളെ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവേ, പള്ളിക്കുന്നിലെ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഈ കമന്റ് ബോക്സിൽ പ്രാർത്ഥനകൾ എഴുതിയിടുന്ന, 8 നോമ്പ് കാലഘട്ടത്തിൽ 5 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും വീണ്ടും ഞാൻ ഓർക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ഇടപെടലും എന്ന് ഞാൻ വിശ്വസിക്കുക. ഈ മക്കളുടെ മേല് കർത്താവിൻ്റെ അനുഗ്രഹം വരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഊണിലും ഉറക്കത്തിലും വചന വായനയിലും അച്ഛൻ്റെ സുവിശേഷ വചന പ്രസംഗങ്ങളിലെല്ലാം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. രാത്രി 9 മണിക്ക് ഇന്ന് ഷെക്കേനയിൽ നടക്കുന്ന ശുശ്രൂഷകളെയും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി 9 മണി മുതൽ 10 മണി വരെ ഷെക്കേനയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക പ്രാർത്ഥന നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കും. മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. സാധിക്കുന്ന മക്കളെല്ലാം ഒക്ടോബർ 7-ാം തീയതി ജപമാല തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ദിവസം എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകള്, വരങ്ങള് ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. കടങ്ങള് എല്ലാം വിട്ടുമാറട്ടെ. സ്ഥലക്കച്ചവട തടസ്സങ്ങൾ, മകന്റെ കല്യാണത്തിന് മേൽ വന്നിരിക്കുന്ന കുരുക്കുകളൊക്കെ അഴിഞ്ഞു പോകട്ടെ. മകളുടെ കല്യാണത്തിന്റെ മേൽ വന്നിരിക്കുന്ന കുരുക്കുകൾ അഴിഞ്ഞു പോകട്ടെ. മക്കളുടെ തെറ്റായ ബന്ധങ്ങളും തെറ്റായ ബോധ്യങ്ങളും ദേവാലയ വിശ്വാസക്കുറവുകളും പ്രാർത്ഥനയില്ലായ്മകളും എല്ലാം ക്രമീകരിക്കപ്പെടട്ടെ. നിരന്തരമുള്ള രോഗപീഠകള്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, നിരന്തരമായ രോഗം കാരണം ജോലിക്ക് പോകാൻ പറ്റാതെ, ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ തളർന്നിരിക്കുന്ന, മരവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. അത്ഭുതം നടക്കട്ടെ. ഈ വെള്ളിയാഴ്ച കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഭവനത്തിൻ്റെ, നിങ്ങളുടെ പറമ്പിൻ്റെ, നിങ്ങളുടെ കൃഷിയുടെ, നിങ്ങളുടെ സമ്പത്തിൻ്റെ, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ വന്നിരിക്കുന്ന കണ്ണുവെക്കലുകൾ, അസൂയകൾ, നെഗറ്റീവ് എനർജികൾ, ആഭിചാരങ്ങൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ശത്രുദോഷങ്ങൾ, അവയെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വചനം. കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ, നമ്മുടെ പലരുടെ ജീവിതം കൊടുങ്കാറ്റ, ഭിന്നതകള്, കലഹങ്ങള്, നിരാശകള്, തടസ്സങ്ങള്, അലർച്ചകള്, കുടുംബത്തിലുള്ള ഭിന്നതകള്, ഒന്നും ശരിയാകാത്ത അവസ്ഥ, മനസ്സിൽ സന്തോഷം കിട്ടാത്ത അവസ്ഥ, എന്ത് ചെയ്തിട്ട് തകർന്നു പോകുന്ന അവസ്ഥ, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക. നമ്മുടെ ജീവിതം ആ ഒരു വള്ളത്തിലാണ്. അതിങ്ങനെ ആടി ഉലയുകയാണ്. എന്ത് ചെയ്യണം നമുക്കറിയില്ല. ഏത് അടുപ്പിക്കണമെന്ന് അറിയില്ല. അങ്ങനെ അസ്വസ്ഥമാകുന്ന മനസ്സ്, അസ്വസ്ഥമാകുന്ന ജീവിതം, അസ്വസ്ഥമാകുന്ന സാമ്പത്തിക അവസ്ഥ, അസ്വസ്ഥമാകുന്ന കുടുംബാന്തരീക്ഷം, അവയുടെ മേൽ കർത്താവ് ഇറങ്ങി വരിക. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ വേദനിക്കുന്നത്? ഈശോ, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവരെല്ലാവരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവ് കാറ്റിന്റെ മേൽ, കടലിന്റെ മേൽ അധികാരമുള്ളവനാണ്. കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്ത്രാതാവാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല മക്കളെ. നമ്മുടെ എല്ലാ ആദിവ്യാധികളും വ്യഗ്രതകളും ദുഃഖങ്ങളും തളർച്ചകളും എല്ലാം ആ യേശുവിന്റെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായി
നമ്മൾ ഒരുങ്ങുമ്പോൾ ഇവിടെ എല്ലാ ഹൃദയങ്ങള് പരിശുദ്ധാത്മാവിലേക്ക് ഉയരട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ വിളിച്ചുകൊണ്ട് മക്കളെ വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ. ഇതിൽ പങ്കെടുക്കുന്നവരിലേക്ക് കടന്നു വരണമേ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, വിവേകത്തിന്റെ ആത്മാവേ, അനുഗ്രഹങ്ങളുടെ ആത്മാവേ, ശാന്തതയുടെ ആത്മാവേ, തകർച്ചകൾ അകറ്റുന്ന ആത്മാവേ, രോഗം മാറ്റുന്ന ആത്മാവേ, കാറും കോളും എല്ലാം ബഹിഷ്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, പുതിയ ഹൃദയം, പുതിയ ശരീരം, പുതിയ കുടുംബം രൂപീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസേപ്പിന്റെയും മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലിന്റെയും ഗബ്രിയേലിന്റെയും റഫായേലിന്റെയും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ലിയോ 14 പാപ്പ എന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലിയോ 14 പാപ്പ നൽകിയ ആ ഒരു ആശീർവാദത്തിന്റെ ശക്തിയാണ്. എന്റെ മെത്രാൻ വർഗീസ് ചക്കാലക്കൽ പിതാവ് എനിക്ക് നൽകിയ ആശീർവാദത്തോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു. അത് സമർപ്പിച്ചുകൊണ്ട് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ കുടുംബത്തിനോ വീടിനോ പറമ്പിനോ വിളകൾക്കോ തൊഴിൽ മേഖലകൾക്കോ ഏതെങ്കിലും വിധത്തില് നാശം വിതക്കുന്ന സകലവിധ അശുദ്ധാരൂപികളെ, രോഗശക്തികളെ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ ആജ്ഞാപിക്കുന്നു. ഞാൻ തിന്മയുടെ അരൂപികളെ ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഈ മക്കളുടെ ജീവിതങ്ങളെ തൊട്ടുപോകരുതെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തം ഈ മക്കളുടെ മേൽ ഇറ്റിറ്റ് വീഴുകയും സകലവിധ ദുർമന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ശത്രുദോഷങ്ങളും കൈവശങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളും പരദൂഷകരും ഒളിഞ്ഞിരുന്നുകൊണ്ട് ഈ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ തിന്മയുടെ ആധിപത്യങ്ങളെയും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഏറ്റവും എളിമയോടെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സാധിക്കുന്ന എല്ലാ മക്കളും പറ്റുന്ന പോലെ ഈ പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ചിലര് സ്വീകരിക്കും, ചിലര് സ്വീകരിക്കില്ല. കാരണം സാത്താൻ വളരെ ശക്തനാണ്. അതുകൊണ്ട് ചില മക്കൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ചിലർക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം വിശുദ്ധ വസ്തുക്കളോടും ദൈവവചനങ്ങളോടും ആദിവ്യാധിയുള്ളത് സാത്താന്റെ കുതന്ത്രമാണെന്ന് ഓർക്കുക. മക്കളെ സാധിക്കുന്ന എല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കുക. പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവായ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.